കാര്യം നീ മൂത്ത ആളാണ്. നീയാണ് ഗൾഫിൽ പോയി ഈ തറവാടുണ്ടാക്കിയതും പുറയിലത്തെ 7 ഏക്കർ വസ്തു മേടിച്ച എല്ലാം നീ തന്നെ. അച്ഛൻ ഇതൊക്കെ അറിയാം. പക്ഷേ നിന്റെ താഴെ ഒരുത്തനുണ്ടല്ലോ, അബി. അവനിപ്പോൾ ആഴ്ച വല്ലപ്പോഴൊക്കെ ഇച്ചിരി പണി കിട്ടുന്നുണ്ട്. കിട്ടുന്നതൊക്കെ അച്ഛൻ്റെ കൈ കൊണ്ട് തരുന്നുമുണ്ട്. വല്ലപ്പോഴേ ഉള്ളു പണി അവന്. പിന്നെ ഏറ്റവും ഇളയ ഒരുത്തനുണ്ട്. അവനിപ്പം ദൈവത്തിൻ്റെ സഹായം കൊണ്ട് എല്ലാ ദിവസവും പണിയുണ്ട്. ഇടയ്ക്കൊക്കെ ഇച്ചിരി മോശമാണെന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ കുടുംബത്തിൻ്റെ ഈ നാട്ടു നടപ്പൊക്കെ അനുസരിച്ച് ഇളയാക്ക് വേണ്ടടാ മോനെ ഈ തറവാട് കൊടുക്കാൻ. കാര്യം ശരിയാണ്, നീയാണിതെല്ലാം ഉണ്ടാക്കിയത്. അതുകൊണ്ട് നീ കുറച്ച് നാള് വിദേശത്തൊക്കെ ഒന്ന് പോയിട്ട് വാ. ടിക്കറ്റ് ഞാൻ അറേഞ്ച് ചെയ്യാം. അച്ഛൻ്റെ ഉപദേശം കേട്ടാണ് ഞാൻ വളർന്നത്. വളർത്തിയതും തളർത്തിയതും അച്ഛൻ തന്നെയാണ്. ഹലോ, അൽ അക്ബർ ട്രാവൽസ് അല്ലേ? അൽ അക്ബർ ട്രാവൽസ്. നിങ്ങൾക്ക് എങ്ങോട്ടൊക്കെ ഫ്ലൈറ്റ് ഉണ്ട്? ഈ ദുനിയാവിലെ എവിടേക്ക് വേണ്ട ടിക്കറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിർത്തിക്ക്. അവർക്ക് ഈ ദുനിയാവിൽ എല്ലായിടത്തോട്ടും ഫ്ലൈറ്റ് ഉണ്ട്. നല്ല സ്ഥാപനമാണ്, നല്ല സർവീസുമാണ്. അൽ അക്ബർ ട്രാവൽസിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനൊന്നുമില്ല. ഞാൻ അതിലാണ് ഇപ്പോൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ സേവനങ്ങളൊക്കെ നല്ലതാണ്. അപ്പോൾ അച്ഛൻ്റെ ആഗ്രഹം ഇതാണ്, തറവാട് ഇളയ മോനും പുറയിലത്തെ 7 ഏക്കർ അബിക്കും. നിന്നോട് ഞാൻ പറഞ്ഞല്ലോ, ഒരു 10 വർഷത്തോടെ ഗൾഫിൽ പോയിട്ട് വാ. ഇതൊക്കെയാണ് അച്ഛൻ്റെ ആഗ്രഹം. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? എനിക്ക് ആരുടെ ഉപദേശം വേണ്ട. പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എനിക്ക് ഇവരോട് ഒരു മത്സരബുദ്ധിയില്ല. നിങ്ങളായി നിങ്ങളുടെ പാടായി. അപ്പം അവൻ പറഞ്ഞു കേട്ടല്ലോ, അവന് തറവാട് വേണ്ട, അവൻ ഇനി ഇങ്ങോട്ട് വരില്ല. അച്ഛൻ കാര്യങ്ങൾ കൂടുതൽ വളച്ചൊടിക്കേണ്ട കാര്യമില്ല. ഈ തറവാട്ടിലോട്ടെ ഇനിയും ഞാൻ വരും. എനിക്കിവിടുന്ന് ഒരു സാധനം മാത്രമേ എടുക്കാനുള്ളൂ, അത് ഞാനും കൊണ്ടുപോവുക. Straight. That's huge. It's way up in the dark and holding it. Once again a little too full. Now he goes straight. तबीयत से उछालो यारो, सबने कहा घर पे नहीं जीता गया, नहीं हो सकता, नहीं की गई एक पत्थर तो ഞാൻ എല്ലാം പറഞ്ഞ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടാ.